നാട്ടിലുള്ള ഒരാളോട് കടവും വാങ്ങി കുറച്ച് രുദ്രാക്ഷമാലയൊക്കെ വാങ്ങി അത് വിറ്റ് അതിൽ നിന്ന് ലാഭം പിടിച്ചിട്ട് കടം വാങ്ങിയ പണം കൊടുക്കാം എന്നും വിചാരിച്ച് മകളെയും മകനെയും എല്ലാം വിളിച്ചുകൊണ്ട് ഒരു വിശേഷത്തിന് ഒരച്ഛൻ പോയി. അവിടെ ചെന്ന് കഴിയുമ്പം മോള് പെട്ടെന്നൊരു നിമിഷം ഭയങ്കര ഫേമസായി മാറി. സന്തോഷപ്പെട്ടു. മോൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടി, ഉദ്ഘാടനത്തിന് ചാൻസ് കിട്ടി, അങ്ങനെ പല പലതും കിട്ടി. അച്ഛനും കുടുംബക്കാരും എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന്. 18 പോലും തികയാത്ത ആ കുട്ടി ഭയങ്കരമായിട്ട് സന്തോഷപ്പെട്ട് കാണും. അനുഭവിക്കാത്തതും അറിയാത്തതും എല്ലാം പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരുമ്പം നമുക്ക് ആഹ്ലാദം ഉണ്ടാകത്തില്ലേ, ആനന്ദം ഉണ്ടാകത്തില്ലേ? അതൊക്കെ ഉണ്ടായി കാണും. ഒരിക്കലും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല, എൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. നിങ്ങളൊക്കെ കണ്ടു കാണും. ആ കുട്ടിയുടെ കല്യാണമാണ് ഇന്നലെ നടന്നത്. ആളാരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. 18 തികഞ്ഞു കാണുമോ? അച്ഛനും പറയുന്ന അവളും പറയുന്ന ഞങ്ങൾക്ക് മോളുടെ ബർത്ത്ഡേ എന്നാണെന്ന് പോലും അറിയത്തില്ലെന്നാണ്. 18 വയസ്സുള്ള കൊച്ചിനെയാണോ കല്യാണം കഴിച്ചു കൊടുത്തത്? എന്തായാലും ഒന്ന് മാത്രം പറയാം, മതസൗഹാർദ്ദം അത് നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. 3 ഗ്രൂപ്പൂടെ ഒന്നിച്ചിങ്ങനെ നിന്ന് ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗ്രൂപ്പിനും അതിൻ്റെതായുള്ള ബലങ്ങളുണ്ട്. ഒരേ ബലത്തിൽ നിൽക്കുന്നതായത് കാരണം ഒന്നിച്ച് തന്നെ നിൽക്കുന്നു, ഒരു കുടുംബം പോലെ നിൽക്കുന്നു. കുടുംബത്തിനകത്ത് കിടന്ന അടി ഭയങ്കരമായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ ഈ ഓരോ സോഷ്യൽ മീഡിയാസിൻ്റെ കമൻറ്റിൽ പോകണം. എന്തോരം ചീത്തയാണെന്നറിയോ? എവിടെ ബോംബിട്ടാലും അവരെയായിരിക്കും പറയുന്നത്, എവിടെ അടി വെച്ചാലും അവരെയായിരിക്കും പറയുന്നത്. മനസ്സിലായല്ലോ? ഞാൻ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറയുന്നില്ല, ആരും എന്നോട് വഴക്കിന് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇവർ കുടുംബത്തിനകത്ത് കിടന്ന് ഇങ്ങനെ അടിയൊക്കെ വെക്കും. പക്ഷേ നമ്മുടെ കേരളം ഒരു കുടുംബം പോലുള്ള കേരളത്തിനകത്തോട്ട് വെളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പെട്ടെന്നൊന്നും അനുവദിക്കാറില്ല. അങ്ങനെ ഒരു സൗഹാർദ്ദമുണ്ട്. അല്ലാതെ ഇവർ പിന്നെ ജാതി പറയത്തില്ല, മതം പറയത്തില്ല. മതത്തിനെ അവിടെ അടിയുള്ളു. ഭയങ്കര കൊടൂരമില്ല. പിന്നെന്ത് പറയുന്നത് കണ്ട് എന്തുവാ എന്തോ ഒന്ന് പറഞ്ഞായിരുന്നു, മറന്നുപോയി. അങ്ങനത്തുള്ള കൊലകൾ കുറവാണെന്ന്. എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് വേറെ ജാതിയിലുള്ള കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും ആരും അധികം പറയാതിരിക്കുക നല്ലത്. അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്ത് വേണോലും ചെയ്യും. ഇപ്പം തന്നെ ഈ കല്യാണം കഴിഞ്ഞല്ലോ, ഈ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് 18 വയസ്സായോ, ആയിക്കത് കൊണ്ടായിരിക്കും ഒരു കല്യാണം കഴിച്ച് കൊടുത്തത്. പക്ഷേ അങ്ങനെ 18 വയസ്സായി ഒരു നല്ല ഇപ്പം ഈ കല്യാണം എല്ലാം നടത്തി വെച്ച ആൾക്കാരുണ്ടല്ലോ, 18 വയസ്സായ ഒരു കുട്ടി, അവൾക്ക് എന്താ അറിയാം? കല്യാണം കഴിക്കുമ്പോഴത്തേനും അവളുടെ ജീവിതത്തിൻ്റെ അവിടെ ഇങ്ങനെ നിന്നുപോയി. നിങ്ങൾ ജീവിച്ചോ, കുഞ്ഞുങ്ങളായോ, എവിടെങ്കിലും പോയോ, എന്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചോ, ഞങ്ങളുടെ കടമയല്ലത്. ഇത് ചിലരുടെ എന്തോ പറയുന്നേ, ചിലരെ തോൽപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ മാത്രമാണിത്. അത് എല്ലാവർക്കും മനസ്സിലാവും. പറഞ്ഞ് മനസ്സിലാക്കി 2 ഫാമിലിയും അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ലതായിട്ട് മനസ്സിലായി. കുട്ടി വളരെ ചെറിയ കുട്ടിയാണ്, അവളെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കണം, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം, ഇത്രാം വയസ്സാകുമ്പോഴത്തേന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം എന്നും ഒരു അങ്ങനെയാണ് ചിന്തിച്ച് അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ 18 വയസ്സാവുന്നതിൻ്റെ അന്ന് തന്നെ കല്യാണം കഴിച്ച് വെക്കണം. നമ്മൾ ഇതിനെക്കുറിച്ച് അധികം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഓരോരുത്തർ വെളിയിൽ നിന്ന് ചിന്തിക്കുമ്പം നമുക്കൊന്നില്ലേ, 18 വയസ്സുള്ള ഒരു കുട്ടി കല്യാണം കഴിച്ച് പോകുന്നു. അവൾക്ക് 18 വയസ്സാകുമ്പം എന്തുമാത്രം ഒരു വിദ്യാഭ്യാസം ഉണ്ടെന്ന് നോക്കിക്കോണം. അവൾക്ക് ഓരോ ദിവസങ്ങൾ മാറി അങ്ങനെ ഏജായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഓരോ ഏജിലേക്ക് മാറുമ്പോൾ മാനസികാവസ്ഥ മാറും. നാളെ തിരിഞ്ഞ് എന്ന് പറയും, ഇവരെല്ലാം കൂടെ ചേർന്ന് നിർബന്ധിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അച്ഛൻ്റെ കഥ പറഞ്ഞില്ലേ, ഇന്നലെ വരെ കൂടെയുള്ള അച്ഛനെയും അമ്മയും ഏട്ടനെയൊക്കെ കളഞ്ഞിട്ട് ഒരുത്തനെ കണ്ട്, ചിലപ്പം 5 6 വർഷമുള്ള ലവ് ആയിരിക്കും, 12 വയസ്സിലോ 10 വയസ്സിലോ ഒക്കെ തുടങ്ങി കാണും. ഇന്നത്തെ കാലത്ത് അങ്ങനെ കൊണ്ടല്ലോ, പണ്ടും ഉണ്ടായിരുന്നു.
അപ്പം അച്ഛനും അമ്മയും ഒക്കെ കളഞ്ഞ് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ 18 വയസ്സാവാൻ കാത്തിരിക്കുവായിരുന്നു. ഓടി വന്ന് കല്യാണം കഴിയും. അത് കേരളത്തില്. കേ കേരളത്തിൽ ഓടി ഓടി വാ ഞങ്ങൾ നിന്നെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നിൽക്കുന്നു. പിടിച്ചു വെച്ച് നല്ല അഡ്വൈസ് ചെയ്ത് കൊടുത്തില്ല. സ്വന്തം അച്ഛനും അമ്മയും അത്രയും നാൾ വളർത്തിയ പിന്നെ എൻ്റെ എല്ലാ പ്രതീക്ഷയും ആ കുട്ടിയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുവായിരിക്കും. കാരണം ഇപ്പം അവൾ കുറച്ച് ഫേമസ് ആയി. കുറച്ച് പൈസയൊക്കെ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ കുടുംബം നല്ലതായിട്ട് പോകാം. ഓർത്തോണം കടം വാങ്ങിയ പണവും കൊണ്ടാണ് കടം വാങ്ങി അത് വെച്ച് രുദ്രാക്ഷമാലയും കൊണ്ടാണ് ഇവര് ഇവിടേക്ക് വന്നേക്കുന്നത്. ഈ വിശേഷത്തില് കുംഭമേളയിലേക്ക് വന്നേക്കുന്നത്. അപ്പം അത് വിറ്റ് അതിൻ്റെ ഒരു എമൗണ്ട് കൊണ്ട് ആ കടക്കാർക്ക് കൊടുത്ത് അതിൽ നിന്ന് ലാഭത്തിൽ ജീവിക്കണം ഇവർക്ക്. അങ്ങനെ ഒരു അവസ്ഥയിലുള്ളവരാ. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് വരുമ്പം ആ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടിരിക്കും. അപ്പം കുറച്ച് പണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇന്നലെ വരെ നമ്മളെ സ്നേഹിച്ച അച്ഛൻ, അമ്മ, അനിയൻ പണം വേണ്ട വേറൊരുത്തനെ കണ്ട അങ്ങ് പോവുക. 1 2 3 4 5 ഇല്ലെങ്കിൽ 1 വർഷം പ്രേമം, സുഖങ്ങൾ, കാമം എന്ന് തന്നെ പറയാം. അതെല്ലാം ഇങ്ങനെ അലിഞ്ഞ് തീരും. തീരുമ്പോൾ എന്ത് നടക്കും? ജീവിക്കണ്ടേ മുന്നോട്ട്? ഒറ്റയ്ക്ക് ഒരാളോട് മാത്രം ഇപ്പം എനിക്ക് അച്ഛൻ വേണ്ട, എനിക്ക് അമ്മ വേണ്ട, എനിക്ക് ആരും വേണ്ട, എനിക്ക് ഞാൻ സ്നേഹിക്കുന്നവൻ മാത്രം മതി. എന്തോ സന്തോഷം അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും? ഇന്നലെ വരെ നമുക്ക് ചോറ് വാരി തന്ന കൈകളില്ല. സ്നേഹം തന്ന തലോടൽ തന്ന അച്ഛനില്ല. കൂടെ കളിച്ച ഏട്ടനില്ല. ആരുമില്ല. ഇവൻ മാത്രം മതി. 24 മണിക്കൂറും അവനെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കും. ഇത് ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല. ഇങ്ങനെ ഓടിപ്പോകുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടി പറയാം. പല പെണ്ണുങ്ങളും അങ്ങ് ഓടുക. നിൽക്കാതെ അങ്ങ് ഓടുക. ചിന്തിച്ച് നോക്കണമല്ലോ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തി ഇങ്ങോട്ട് വരുക. ഉടനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അതിനെ കുറച്ച് ഒരു അഡ്വൈസ് എല്ലാം കൊടുത്തിട്ട് നിർത്താമായിരുന്നു. ഇപ്പോഴേ കല്യാണം കഴിക്കണ്ട, കുറച്ച് നാളാവട്ടെ. എന്തായാലും ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഭയങ്കര അതിശയമായിരിക്കും. ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതിശയമുള്ള കാര്യമായിരിക്കും. മക്കളുള്ള അച്ഛനും അമ്മയൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിലേ അവർക്ക് ഭയങ്കരമായിട്ട് ചിന്തിക്കാനുള്ളൊരു കാര്യമാണ്. അതിന് മതസൗഹാർദ്ദം, കേരള സ്റ്റോറി, കേരളം നമ്പർ 1 അങ്ങനെ പലതും പറയും. ഒരാളെ തോൽപ്പിക്കാൻ വേറൊരാൾ എടുക്കുന്ന ആയുധം. ഈ വഴിയാണ് ഇപ്പോൾ ആയുധം എടുത്തേക്കുന്നത്. അത് 2 ഗ്രൂപ്പിനെ തോൽപ്പിക്കുക. 2, 3 പേരെ തോൽപ്പിക്കാനുള്ള ഒരു ഒരു നല്ല ഒരു ബോംബ് പോലുള്ളൊരു സാധനമാണിത്. എന്ത് ഒത്തിരി പറയാനുണ്ട്. പക്ഷേ നമ്മൾ ഒത്തിരി ഇങ്ങനെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇന്നത്തെ ഈ കമൻറ്റുകളും ഈ ന്യൂസുകളും ഇങ്ങനെ വന്ന വീഡിയോസ് എല്ലാം കണ്ടപ്പം ഏതോ സ്വർഗ്ഗം കിട്ടിയ പോലാണ്. കല്യാണം കഴിച്ചാൽ എല്ലാം ആയി. ഒരു 10, 25 വയസ്സായി കല്യാണം കഴിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഈ ആൾക്കാർ കല്യാണം കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ. അങ്ങനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. നമ്മുടെ കല്യാണം കഴിപ്പിച്ചവർ കൂടെ കുറച്ച് കുഴപ്പമില്ല നല്ലതാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയാമായിരുന്നു. ഒരു കുഞ്ഞിനെ പിടിച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് ഏതോ വലിയ കാര്യം സാധിച്ചു ഞങ്ങൾ എന്ന് പറയരുത്. അത് മോശമല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ 18 വയസ്സുള്ള കുട്ടികളില്ലേ? നമ്മൾ അനുവദിക്കുമോ? ചിന്തിച്ചു നോക്കണം. ചിന്തിക്കാനുള്ള കാര്യമാണ്. വഴക്കിനൊന്നും വരരുത്. എന്നെ വഴക്ക് പറഞ്ഞാലും തിരിച്ചു പറയും. ഇതൊക്കെ ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. സ്നേഹിച്ച് ഓടി വരും. കല്യാണം കഴിപ്പിക്കും. കല്യാണം കഴിപ്പിക്കുന്ന ആ സമയം കൊണ്ട് 2 ഫാമിലിയെ വിളിക്കുക. ഇവർ രണ്ടും ഭയങ്കര സ്നേഹത്തിലാണ്. ഇവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്. ഇങ്ങനത്തുള്ള കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഞങ്ങൾ പിടിച്ചകത്തിടും. ഈ കുട്ടിയെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 25 വയസ്സ് വരെ അല്ലെങ്കിൽ കല്യാണം ത്തിൻ്റെ ഒരു പക്വത വരത്തില്ലേ? ആ ഒരു കാലഘട്ടം വരെ നിങ്ങൾ സൂക്ഷിച്ചെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അതിനെ സംരക്ഷിക്കുക. പ്രശ്നം ഉണ്ടായാൽ നിങ്ങളെല്ലാം പിടിച്ചകത്താക്കും. ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്ത് 2 അവിടുത്തെ ആ നാട്ടിലുള്ള ആളും ഈ നാട്ടിലുള്ള ആളും 2 ഹെഡും കൂടെ നിന്ന് ഒരു ചർച്ച നടത്തി അതിനെ അങ്ങനെ യോജിപ്പിച്ച് നടത്താം. ഒട്ടനെ കല്യാണം കഴിപ്പിച്ച് 2 പേരെയും ഒരു റൂമിലോട്ട് കയറ്റി വിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തായാലും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായമാണത്. വഴക്കിനൊന്നും വരരുത്.
എൻ്റെ വീഡിയോസൊക്കെ കണ്ട് പല ആൾക്കാരും നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് സപ്പോർട്ടിന്.